എല്ലാവർക്കും ഇന്നത്തെ വിശേഷത്തിലേക്ക് സ്വാഗതം. സ്വാഗതം. ക്യാമറമാനെ അപ്പൂസിനെ കാണില്ലല്ലോ. അപ്പൂസിൻ്റെ ഇവിടെ സ്കൂളിട്ട് വന്നിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് നമ്മളെ ഒരു വിശേഷപ്പെട്ട ദിവസമാണ്. അപ്പോൾ ഒരു സ്പെഷ്യൽ വീഡിയോ ഇട്ടെന്ന്, കാരണം നമ്മളെ ഇതുവരെ ഇന്നലെ പറഞ്ഞ പോലെ കാണാത്ത വീഡിയോ വലിയ ചേച്ചീൻ്റെ വെഡിങ് ഇന്നലെ. അപ്പോൾ ഇന്നലെ നമുക്ക് പോകാൻ പറ്റിയില്ല. അപ്പോൾ അന്ന് സർപ്രൈസ് ആയിട്ട് 2 പെങ്ങന്മാർക്കൊരു സർപ്രൈസ് കൊടുക്കരുത് ഞങ്ങൾ പോയ വിശേഷമാണ് ഇന്നത്തത്. അപ്പോൾ ഇന്നലെ കഴിഞ്ഞു പോയി. അപ്പോൾ ഇന്നലെ നമുക്ക് മറ്റു പരിപാടി ഉള്ളതുകൊണ്ട് നമുക്കതിൽ പങ്കെടുക്കാനൊന്നും പറ്റിയില്ല. അതിന് വലിയ പരിപാടിയായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാലും നമ്മൾ പങ്കെടുക്കാൻ പറ്റിയില്ല. ഞങ്ങൾ സർപ്രൈസ് ആയി രാത്രിയിൽ പോകണം എന്നൊക്കെ വിചാരിച്ചിരുന്നു, പക്ഷെ അതൊന്നും പറ്റിയില്ല. അപ്പം ഞങ്ങൾ ഇന്ന് പോയി. അപ്പോൾ 2 ചേച്ചിമാരെയും കണ്ടു. അപ്പോൾ ഓരൊപ്പം കുറച്ച് നേരമൊക്കെ നിൽക്കാൻ പറ്റി. അപ്പൊ ഇന്നത്തെ വീഡിയോ ഒരു സർപ്രൈസ് വീഡിയോ അല്ലേ അമ്മ? ഞാനും സർപ്രൈസ് ആക്കി, അമ്മയും സർപ്രൈസ് ആക്കി, ഷീജി എല്ലാവരും. നമ്മളെ വിശേഷം കണ്ടുവരാം. കാണാല്ല പറയാതെ സന്ധ്യ ഒന്നങ്ങോട്ട് കാറല്ലേ ആള് ബൈക്കിന്. സന്ധ്യ അങ്ങോട്ട് ഇന്നലെ വെഡിങ് കേട്ടോ. ഇന്നലെ വെഡിങ്, ഇന്നലെ നമുക്ക് അവിടെ പരിപാടികളുണ്ട്. നമുക്ക് പിന്നെ വെഡിങ് കിട്ടുന്നു, അപ്പൊ എത്താൻ പറ്റിയില്ല. പോയിന്ന വഴിക്ക് വണ്ടി കേടായില്ലേ. അല്ലെങ്കിൽ ഞങ്ങള് രാത്രിയിൽ ഇങ്ങോട്ട് വരണമെന്നൊക്കെ പ്ലാൻ ഇട്ടായിരുന്നു. ഒക്കെ മുന്നേ കൂട്ടി ചിന്തിക്കും, പക്ഷെ ഒന്നും നടന്നില്ല. രാത്രി ചിന്തിച്ചോണ്ട് പറയാതെ അമ്മേനെയും കൂട്ടിയിട്ട് ഇങ്ങോട്ട് പോരണം, രാത്രി തന്നെ മടങ്ങാൻ വിചാരിച്ച് അങ്ങനെ ഒക്കെ ഒരു മനസ്സിലുണ്ടായിരുന്നു, പക്ഷെ പറ്റിയില്ല കേട്ടോ. അപ്പൊ ഇന്ന് ഞങ്ങള് വിചാരിച്ചു അപ്പൂസ് സ്കൂളിൽ പോയിട്ട് പോരാന്ന്. അപ്പൊ സന്ധ്യച്ചിനെ ഞങ്ങളോട് വിളിച്ചിട്ടുണ്ട്. 11 മണിക്ക് വരാന്നൊക്കെ പറഞ്ഞു, ഞങ്ങളോട് വന്നിട്ടില്ല. ഏതായാലും വെയിറ്റ് ചെയ്യാം, അവള് വന്നിട്ട് പൊട്ടിക്കല്ലേ. ഒന്നുമില്ല, ചെറിയൊരു വെറുതെ എല്ലാരും ഇരുന്ന് പറ്റിക്കല പരിപാടി. എന്താണ് സന്ധ്യച്ച് വരുന്നുള്ളൂ. അവിടെ വീട്ടിലെത്തിയിട്ടുണ്ട് കുടുംബക്കാരോടെ. ഞങ്ങള് സന്ധ്യച്ചിനെ ഇങ്ങനെ വെയിറ്റ് ചെയ്യട്ടെ. ആദ്യം സിന്ധ്യച്ചിനെ പറ്റിച്ച്, ആദ്യം സന്ധ്യച്ചിനെ പറ്റിച്ചു. 2 തന്തമാര് ഏതായാലും നല്ലവർക്ക് കിട്ടിയിട്ടുണ്ട്. കൂടെ എത്താനായിട്ടുണ്ടായിരുന്നു. ഞാൻ അതൊക്കെ എത്തിയിട്ടുള്ളൂ ഞങ്ങളെന്ന് പറഞ്ഞു. വണ്ടി ഉണ്ടാവും. എത്തിയോ? പറ്റൂലല്ലേ. ഞങ്ങളൊന്നും മനസ്സിലായത് 2 പെങ്ങന്മാരൊന്ന് പറ്റിക്കെത്തി പോകണ്ട. ചെരുപ്പുണ്ട്, വണ്ടിണ്ട്, പിന്നെ ഇങ്ങനെ കാണാതെ നിങ്ങളെ വട്ടന്മാര് ഞങ്ങളെ അങ്ങനെയാണ്. ഇവിടെ വന്നിട്ട് വീട്ടിലേക്കൊക്കെ പോകണ്ട. അപ്പൊ ഞാൻ ഞായറാഴ്ച വെറുതെ പോവാണ് എഴുതി. എന്നിട്ട് ഞങ്ങള് ഇറച്ചിയൊക്കെ ഉണ്ടാക്കി ചോറ് അപ്പണ്ട് എല്ലാരും വേണ്ട. പിന്നെ എന്നൂട്ടി വന്നു. അപ്പൊ ഞങ്ങള് മാത്രമേ വരത്തുള്ളൂ. നമ്മളെല്ലാ പ്രാവശ്യം എല്ലാ പ്രാവശ്യം നമ്മള് വരുന്നതാണ്. ഈ പ്രാവശ്യം നമ്മള് പറ്റില്ല. സന്ധ്യക്ക് ഒരു സാധനം കൊടുക്കുന്നുണ്ട്, കൊടുക്കാന്നാലും ഞാൻ കുടിച്ചോണ്ട് ചായ കുടിച്ചോണ്ട് കൊണ്ടുവന്ന് കൊടുക്ക്. ചായ അല്ലാതെ വേണ്ട, ചായയാണല്ലോ ചായക്ക് തയ്ക്കുന്നത്. നടന്നു വരുന്നത് 2 കവറിലേന്നല്ലേ. കാണിച്ചെടുക്ക്, ഇഷ്ടപ്പെട്ടെ കാണിക്ക്. വർക്ക് കാണിക്ക്. എന്താ അറിയോ, സാരി
ഉടുക്കാനും നിച്ച എനിക്ക് സാരി ഉണ്ടാ എനിക്ക് സാരി ഉടുക്കാനും എടുക്കാനും നിച്ചല്ല. ഞാൻ എഴുതിട്ടില്ല അവിടുത്തെ അനക്ക് ഇഷ്ടപ്പെട്ടു നോക്ക്. നമുക്കത് ഇഷ്ടപ്പെട്ടെ ഇഷ്ടമുള്ള 3 ഞാൻ എടുക്കും. 3 വേണം. വില അറിയില്ല. 450. 550, 650. പിന്നെ എന്താ നല്ല രസമുണ്ട്. പക്ഷെ എനിക്ക് അറിയില്ലേ എങ്ങനെ. ഇക്കേത് വേണ്ട. രസമല്ലേ കളറ്? അത് വീഡിയോയിലെ കാണിയാളുടെ രസമുണ്ടല്ലേ കളറ്? സന്ധ്യച്ച് നമുക്ക് ഇഷ്ടമുള്ള കളർ ഉണ്ട് അവിടെ. ചുമപ്പ് ഇതിന്റെ കാപ്പിണ്ട്. ചുരിദാറിന്റെ കളറ് പീച്ച്. ഞാനത് കണ്ടിട്ട് എടുത്തത്. ഇതെല്ലാം രസമുള്ള കളറല്ലേ? സന്ധ്യച്ചിക്ക് ഇഷ്ടപ്പെട്ടില്ലേ? സന്ധ്യച്ചിക്ക് അതേപോലെ കമ്മലൊക്കെ ഇടണല്ലേ? ചിമിക്ക് കമ്മലാണ്. പക്ഷെ അതിന്റെ സൈഡ് ഏതാപ്പം പുറത്തേക്ക് വരണേ? ഇത് 105 ആകെ. പിന്നെ നമുക്ക് ഇങ്ങനെ മടക്കാൻ കഴിയും. ഇതിക്ക് പച്ച ബ്ലൗസും ഇടാം. ഈ ഗോൾഡൻ കളറും ബ്ലാക്കും ഉണ്ട്. പച്ചട. പിന്നെ ഈ ഇത് രസമുള്ള ഇങ്ങനത്തെ ബ്ലൗസ് ഇല്ല. സി ഇത് രസമുണ്ടല്ലേ? ഇതും അതേപോലെ തന്നെയാണല്ലോ. ഇതും അതേപോലെ തന്നെയാണല്ലോ. പച്ച. ബ്ലൗസ് മേടിക്കാൻ ഇപ്പൊ ബ്ലൗസ് റെഡിമെയ്ഡ് വെച്ചിട്ടുണ്ട്. ഇതിന്റെ സൈഡ് ഏതാപ്പോ ഉള്ളില്ല അന്റെ ഇതില്ലേ ഫാഷൻ ഏതാ? ഇതാ ആ രസമുണ്ട്. അല്ല ഇതായിക്കൊക്കെ 2 ചണക്ക് 2 കണക്ക് 2 അല്ലെങ്കിൽ നോക്കൊക്കെ വാങ്ങുന്നുണ്ടല്ലോ. കണക്ക് ഞങ്ങള് മേടിച്ചില്ലേ? കണക്ക് ഞങ്ങള് മേടിച്ചില്ലേ? 4 ചുടുത്താലും ഇതെന്താ ഒരേ മോഡലിക്ക് ഇത് രസല്ലേ? എന്തൊക്കെ ഇഷ്ടപ്പെട്ടില്ലേ? ഇത് നല്ല രസമുള്ള സാരിയാ. രസമുണ്ട്. ഇതിന്റെ മുന്താണി ഈ സാധാ കൊഴിഞ്ഞ പൊളിസായില്ലേ ചേച്ചി? അതന്നെ ഞാൻ ചോദിച്ചോട്. ഇതന്നെ മുന്താണി. സാരി എടുക്കാത്തോണ്ട് അതിനെ പറ്റി അറിയില്ല. ഇനി മാറ്റണ്ട, വേറെ മേടിച്ചിട്ടുണ്ട്. റേറ്റ് അറിയില്ല. ഇതാ പറ്റിയത് കൂടുതൽ ഉത്സവം തുടങ്ങാൻ. ഉത്സവത്തിന് ഞങ്ങള് വരണ്ട് പ്രാവശ്യം 15-ാം തീയതി അല്ലേ? ഞാനൊക്കെ ആണെങ്കിൽ ഏതെങ്കിലും ഒരു ഷർട്ട് നോക്കി എടുക്കാലോ. അതാ ഇഷ്ടപ്പെട്ടത്? രണ്ടും ഒക്കെ ഇഷ്ടപ്പെട്ടു. പൊട്ടിച്ചോ. രസമുണ്ട്. പൊട്ടിച്ചോ കല്ലോണ്ട് പൊട്ടിക്കണേ. ഇതൊക്കെ ഇഷ്ടപ്പെട്ടത്. ചെന്നപ്പോ തന്നെ ഇതില് കാണുമ്പോ എന്തൊക്കെ ഒരു പച്ച. ഇത് ഞാൻ ചെന്നപ്പോ തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ അങ്ങനെ വിചാരിച്ചു. എന്താ സന്ധ്യക്ക് പറ്റിയേ? 2 ഇഷ്ടായി. 2 വാങ്ങി തന്നാലും കുഴപ്പമില്ല. ഇനി 2 ഇതെങ്ങനെയെന്നറിയോ? നൂർത്തണ്ട ഇങ്ങനെ തന്നിട്ടോ. ഇതിന് ചുമപ്പുണ്ട്. ഇനി ചുമപ്പ് എടുക്കണം. ഇതാണ് നല്ല രസമുള്ള. ഇങ്ങനത്തെ ഉണ്ട്. ഇങ്ങനത്തെ കളറുള്ള എന്താണ് അടുത്തോർക്ക് ചേരൂല അത്. അപ്പൊ സന്ധ്യ പച്ച ബ്ലൗസ് ഓർഡർ അപ്പൊ അനക്ക് പറ്റൂല. കൂടിയതാ. നല്ല കളറാക്കണ്ടാച്ചാ പോരെ. എന്നാല് ഞൊലയും കൊണ്ട് ഇട്ടാ മതി. ഒന്നെ പ്രശ്നം. ഇങ്ങനത്തെ കാപ്പികളുണ്ടെങ്കിൽ എടുത്തോ. വേറെ വെച്ചിട്ടുണ്ടാവൂല. എന്നെ വിളിച്ചൂടെ വണ്ട് വെച്ച് പോരെന്നല്ലോ. എന്നൊക്കെയാലും 3 എടുക്കരുത്. 4 പോയിക്കോ. അപ്പൊ എന്നാ നമുക്ക് ചാടിക്കല്ലേ? സാരിയൊക്കെ ഇഷ്ടപ്പെട്ടു, സെറ്റപ്പായി. അപ്പൊ പെരുന്നാള് ഇതാണ്. പെരുന്നാള് കാര്യം വാർഷിക വെഡിങ് ഞാൻ പറഞ്ഞു. അപ്പൊ വെഡിങ് ആണ്. അപ്പൊ അപ്പുട്ടേന്റെ സിദ്ധേച്ചിന്റെ ഫോട്ടോ ഒക്കെ കൊടുക്കുന്നുണ്ടോ? അപ്പുട്ടേട്ടിനെ നമ്മൾ എടുത്തിട്ടില്ല. അഞ്ഞ് മഞ്ചേരി പോകുമ്പോ എടുക്കണം.
ഇവിടെ ഞങ്ങൾ കയറിയെടുത്ത സാരി അങ്ങനത്തെ മാത്രമേ ഉള്ളൂ അല്ലേ? സിന്ധേച്ചിന്റെ അപ്പോഴത്തെ 30ാമത്തെ വാർഷികം വാർഷികം ഇന്നലെ ഒരു കേക്കൊക്കെ മുറിച്ച് കേക്ക് കഴിഞ്ഞോ? കേക്ക് കഴിഞ്ഞു. നമ്മള് കേക്കും കൊണ്ടൊക്കെ വരണം എന്നൊക്കെ എത്തിയത്, പക്ഷെ നമുക്ക് സാഹചര്യം പറ്റില്ല. അതുകൊണ്ട് നമ്മളിന്ന് രാവിലെ തന്നെ പോന്നു. പ്ലാനിങ് ഒക്കെ ഇട്ടതാണ്, പക്ഷെ അതൊക്കെ പാടിപ്പോയി. ഞമ്മക്ക് ചാടിക്കില്ല, ഞങ്ങൾക്ക് പോവാനായി. അമ്മ ഉണ്ട് അവിടെ, ഒറ്റയ്ക്കാണ്. അമ്മേനെ വിളിച്ചപ്പോ അമ്മ അമ്മങ്ങളെ വിളിച്ചില്ല സന്ധ്യ? സിന്ധാന്റെ അമ്മ വിളിച്ചു. എന്താണ് ഞങ്ങള് വരുന്ന വർത്താനം പറഞ്ഞോ? ചേച്ചി അമ്മ പറഞ്ഞിട്ടില്ല, വിളിച്ചു പോവാൻ വിളിച്ചോണ്ട് പറഞ്ഞില്ല. അല്ല അതിന് അമ്മയോട് ഞാൻ പറഞ്ഞേ, എന്താ അമ്മ പറയുന്നത് കേട്ടോ, നമുക്ക് അങ്ങനെ പറയാതെ പോവാന്നൊക്കെ പറഞ്ഞ് പറയാതെ വരുമ്പോഴാ രസം, പറഞ്ഞു വരുമ്പോഴല്ല. തിരക്ക് ഇനിയും കഴിഞ്ഞില്ലല്ലോ. ഈ 2 ഇവിടെ വേണം, ഇനി 2 വേണം. ആയിക്കോട്ടെ, അടക്കം എത്രയും മേടിച്ചിരും. അപ്പൊ നമ്മള് ഇനി ചാടിക്ക ചായ അല്ല ചോറാണ്. ചോറിന് സമയത്തില്ല. പോവാ. ഞാൻ തന്നെ അടുക്കളയ്ക്ക് ഉണ്ട്, അവിടെ സാരി ഇതിന്റെ ബ്ലൗസ് തരികയാണ്. ഇപ്പൊ അടുക്കള പണി കഴിഞ്ഞിട്ടില്ല എന്നാണ് പറഞ്ഞേ. എന്തൊക്കെയുള്ളോട്ടെ? ആ ചട്ടിയിലൊന്നുമില്ല, നമ്മള് വരുന്നത് പറയാഞ്ഞിട്ടേ. കണ്ടോ കുറച്ചുള്ളൂ. മീൻകറിയാ തോന്നണം. ഇതെന്താ? ചോറ് കൊറേ ഉണ്ട് കേട്ടോ. ചുക്കള എണ്ണിത്തണ്ടുണ്ട് പറഞ്ഞു. സ്പെഷ്യൽ ഉണ്ട് കേട്ടോ, എണ്ണിത്തണ്ട്. അപ്പൊ അതും കുട്ടിന്ന് തിന്നാം. നമ്മള് പറയാതെ സർപ്രൈസ് ആയി വന്നോണ്ടൊന്നുമില്ല കേട്ടോ. ഞങ്ങൾ ആദ്യം ഇടയ്ക്ക് വരം വരുന്ന ഇണ്ണിത്തണ്ട്, പൂളുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള സാധനം തന്നെയാണല്ലോ. അടിപൊളി സാധനം. ഇനി എന്താ ഉണ്ടെന്ന് പറഞ്ഞു. ഇനി ചിക്കന്റെ കുറച്ച് ചാറ് മാത്രമല്ല. അമ്മ വിളിച്ചോണ്ടിട്ടുണ്ട്. മതി. എന്താ കൊണ്ടുവരണേ? എന്താ ഉണ്ടാക്കി? ഇത് നാടൻ കോഴിന്റെ അല്ലേ? അടിപൊളിയാണ്. നാടൻ കോഴിന്റെ അടിപൊളി കറിന്റെ കേട്ടോ. കഷ്ണൊക്കെ വരെ തിന്നിട്ടുണ്ട്. അതും കൂട്ടി കഴിച്ചോളാം. അടിപൊളി. അപ്പൊ നാടൻ കോഴി, പൂളയും ഇണ്ണിത്തണ്ടും ചോറും. ഞങ്ങള് പെട്ടെന്ന് പോവാൻ നിൽക്കുകയാണ്. സമയം കുറേട്ടുണ്ട്. 12 മണി കഴിഞ്ഞല്ലേ? അമ്മയ്ക്ക് ചോറ് കൊടുക്കാൻ അതിനോട് എത്തണം. പിന്നെ തൊട്ടടുത്ത് തന്നെ കൊണ്ട് 11 കിലോമീറ്റർ ഉള്ളൂ. എന്താ? അത് മറ്റേ ചിക്കൻ വെച്ചൊക്കെ. ഓഹോ, ഇഷ്ടംമാതിരി ചിക്കന്റെ ഓരോ ഐറ്റംസ് ഉണ്ട് കേട്ടോ. 2 ഐറ്റംസാ. ഇപ്പൊ കഴിച്ചോ? ധാരാളം. ഞങ്ങള് പോകട്ടെ എന്നാല്. നാളെ പിന്നെ വരി. നാളെ വരി കേട്ടോ. നാളെ ഞങ്ങൾക്ക് ഒരു സ്ഥലം വരെ പോകണ്ട. അപ്പൊ സിന്ധേച്ചി വരും അമ്മേന്റെ അടുത്തേക്ക് അല്ലേ? ഒന്ന് പോവാ. സർപ്രൈസ് കൊടുത്ത് വന്നു. സന്ധ്യക്ക് വേറെ 2 സാധനം കുടിച്ചെടുത്ത് അങ്ങാടിന്ന് 2 സാരി മാറ്റി. നിങ്ങൾക്കൊന്നും വാങ്ങിയില്ല. ഇരിക്കുന്നവർക്കൊന്നും വേണ്ട. ഇന്നാളെ ചുരിദാർ മേടിച്ചല്ലേ? ഫസ്റ്റ് കൊടുത്തടാ. അതൊക്കെ നിങ്ങൾക്കുള്ള തന്നെ തിന്നാളൊക്കെ. ഇതൊക്കെ നിങ്ങൾക്കുള്ള തന്നെ. അതുപോലൊക്കെ നിങ്ങൾക്കുള്ള തന്നെ. അത് ഇഷ്ടമുള്ള സാധനം ഇല്ലേ? ഒരു പൊട്ടൊക്കെ തിന്നാ. കുറച്ചില്ല, അതിനല്ലേ അതുണ്ട്. കുറച്ച് തിന്നമ്മ, ഇഷ്ടമുള്ള സാധനം കുറച്ച് തിന്നാ. എന്താണ് വേറെ സാധനം കൂടെ? അത് കണ്ടിട്ടില്ല. നിങ്ങൾക്ക് മാത്രമേ പഠിക്കാൻ. അമ്മേന്റെ അടുത്തേക്ക് കൊണ്ടുവരാൻ പറ്റൂല പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് അമ്മേന്റെ അടുത്തേക്ക് കൊണ്ടുപോകാത്തേട്ടാ. പൊടി പ്രശ്നം. നമ്മള് കടയിൽ നിന്നൊക്കെ കൊണ്ടുവരുമ്പോ എല്ലാരും ഇങ്ങനെ തൊട്ട് നോക്കിയൊക്കെ എടുത്ത സാധനാവില്ലേ? മാസ്ക്. അപ്പൊ അമ്മ കൊടുക്കണില്ല. ഇങ്ങനെ കണ്ടോട്ടെ. കോട്ടന്റെ സാരി ഇഷ്ടപ്പെട്ടു. കളറേ കളറായാലും പിന്നെ ഉടുക്കാനൊക്കെ എളുപ്പം. അതിന്റെ സൈഡ് ഏതാ? സന്ധ്യക്ക് 2 മാറ്റി. പിന്നെ ഫാൻസിയിൽ പോയി അവിടെ സാധനം മേടിച്ചു. ഫാൻസിയിലുണ്ട്.
ഇതാണ് മുന്താണി. എന്താണ് സാറായില്ലേ? ചിന്തേച്ചിക്കൊക്കെ എങ്ങനത്തെ ഇത് രസമുണ്ട്. ഓരോ കളറ് നല്ല കളറാണ്. ഞാൻ സന്ധ്യക്ക് ഇഞ്ഞു വേണമെന്ന് പറഞ്ഞു. ഓളെന്നെ ചോദിച്ചു മേടിക്കും. പിന്നെ ഷോ കൊടുക്കട്ടെ, നമുക്ക് എത്ര വാങ്ങിച്ച നമുക്ക് കുപ്പിടുന്നില്ല. നമ്മളെ കൊണ്ട് കഴിയുന്നതൊക്കെ നമ്മൾ ചെയ്ത് കൊടുക്കും. ഇതൊക്കെ എന്താ ഈ വെള്ളം? സ്റ്റിക്കർ. അപ്പൊ എന്നാലും ഞങ്ങള് ചോറുന്നു അവിടുന്ന് കൂട്ടിണ്ട്. സിന്ധിച്ച് അന്തം വിട്ടണ്ടേ അവിടെ വച്ച് വന്നപ്പോ. അതായിട്ട് ചെല്ലല്ലേ. അപ്പൊ എന്നാല് ഞാൻ കുളിക്കട്ടെ. ഡ്രസ് മാറാൻ കുറെ പണിയുണ്ട്. ഹലുവ തിന്നണം. ഹലുവ പോന്നപ്പേ കോഴിക്കോടൻ ഹലുവ പറഞ്ഞിട്ട് ഒരു വണ്ടിയിൽ നിറയെ പല കളറുള്ള ഹലുവ, മഞ്ഞയും ചുവപ്പും എല്ലാം ഉണ്ട്, കറുപ്പും. അപ്പൊ ഞങ്ങൾക്ക് ചുവപ്പാണ് ഇഷ്ടം. അപ്പൊ ചുവപ്പ് വാങ്ങി. അപ്പൊ പോയിട്ടില്ല, 1:30 ബസ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് നിൽക്കുന്നുണ്ട്. അപ്പൊ എന്നാല് നാളെ വരാം. എല്ലാവർക്കും ബൈ. ബൈ.